ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ അതിവേഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ റഷ്യയുടെ മറ്റൊരു കപ്പൽ കൂടെ പിടികൂടാൻ വേണ്ടി അമേരിക്കയുടെ നാവികസേന പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വരുന്നത്. റഷ്യയുടെ അനില എന്നറിയപ്പെടുന്ന ഓയിൽ ടാങ്കർ പിടിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരുന്നു. നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് റഷ്യയുടെ ബെല്ലാവൺ എന്നറിയപ്പെടുന്ന റഷ്യയുടെ ഫ്ലാഗ് ഉള്ള ഒരു കപ്പൽ അമേരിക്കൻ സൈന്യം പിടികൂടിയത്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അമേരിക്കയുടെ 2 കപ്പലുകളെങ്കിലും മുക്കിക്കളയണമെന്ന് റഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടാമത്തെ കപ്പൽ കൂടെ പിടികൂടുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ലോകത്തെ സമാധാനം കെടുത്തുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന്റെ ഭാഗമായ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറ്റൊരു ഭാഗത്ത് കാനഡ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ലോകത്തെ വലിയൊരു സ്വേച്ഛാധിപതിയെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇദ്ദേഹമാണ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറിന്റെ പേരിൽ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിന് യോഗ്യനാണ് ഇദ്ദേഹമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റഷ്യ ലോകത്തെ ഏറ്റവും വലിയ ഒരു ആണവ ശക്തിയാണ്. ഈ ആണവ ശക്തിയായ റഷ്യയുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ എങ്ങോട്ടായിരിക്കും ലോകത്തെ എത്തിക്കുക? ഈ കപ്പൽ പിടിച്ചതിന് പകരം അമേരിക്കയുടെ കപ്പലുകളും റഷ്യ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ലോകത്ത് എന്ത് സംഭവിക്കും? അതിഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഈ ലോകത്ത് ഇപ്പോൾ ട്രംപ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, മുന്നോട്ട് വെച്ചിട്ടുള്ള മാറ്ററുകൾ അതിലേറെ ഗുരുതരമാണ്. ഡെൻമാർക്കിന് കീഴിലുള്ള ഗ്രീൻലാൻഡ് എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ്, ആ ദ്വീപ് നിൽക്കുന്നത് ഡെൻമാർക്കിന് കീഴിലാണ്. എന്നാൽ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഡെൻമാർക്ക് അതിനെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ സൈനിക നീക്കം അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ആദ്യത്തെ അടി തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും, പിന്നെ ആയിരിക്കും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ എന്നാണ്. അതായത് അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രത്തിനെതിരെയും ഉടനടി തിരിച്ചടി നൽകിയിരിക്കണം, അവർ അടിക്കാൻ കാത്തിരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ ഡെൻമാർക്ക് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഡെൻമാർക്കും അമേരിക്കയും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ യൂറോപ്പ് എവിടെ നിൽക്കേണ്ടി വരും? നാറ്റോയുടെ ബൈലോ പ്രകാരം തന്നെ നാറ്റോ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ ആക്രമണം നടത്തിയാൽ, അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും എല്ലാ നാറ്റോ രാഷ്ട്രങ്ങളും ചേർന്ന് അതിനെതിരെ പ്രതികരിക്കണമെന്നാണ്, സൈനിക നടപടി സ്വീകരിക്കണമെന്നാണ്. പക്ഷേ ഡെൻമാർക്കിനെതിരെയുള്ള ഈ ഒരു നീക്കം നടന്നാൽ ഏതെല്ലാം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തും? ആരൊക്കെ ആക്രമണത്തിന് പിന്നിലുണ്ടാവും? നമുക്കറിയാം, സ്പെയിൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ അമേരിക്ക ആക്രമണം നടത്തിയാൽ നാറ്റോ തകർന്നു പോകും. അമേരിക്കയുമായി യുദ്ധത്തിന് പോകാൻ മടിക്കുന്ന രാഷ്ട്രങ്ങളുണ്ടാകും, അതേസമയത്ത് ധീരമായി യുദ്ധത്തിന് ഇറങ്ങുന്ന രാഷ്ട്രങ്ങളുണ്ടാകും. അത് സ്വാഭാവികമായും നാറ്റോയുടെ അന്ത്യം കുറിക്കും. പിന്നീട് ആ നാറ്റോ എന്ന പേരിൽ ആ ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് അത് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലോകത്ത് മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ നീക്കം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.